അപ്പോൾ പ്ലാന്റ് ടാങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റിനെ നമ്മൾ ടാങ്കിനകത്ത് നടുന്ന സമയത്ത് മീൻ ഉൽപ്പാദിപ്പിക്കുന്ന വേസ്റ്റ് മീൻസ് അമോണിയ പോലെ ലിക്വിഡ് ഫോമിൽ വരുന്നുണ്ട്, അത് ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഈ വേസ്റ്റിനെ ഉപയോഗിച്ചിട്ടാണ് പ്ലാന്റ്സ് വളരുന്നത്. ഇപ്പൊ പ്ലാന്റ് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എൻവറോൺമെന്റിൽ നമ്മൾ സാധാരണ സിമെന്റ് ടാങ്കുകളിലൊക്കെ ആകുമ്പോൾ മണ്ണിട്ടിട്ടൊക്കെ നമ്മൾ നടാറുണ്ട്. അതേസമയം പ്ലാന്റ് ടാങ്ക് ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഗ്ലാസ് ടാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ സബ്സ്ട്രാക്ടൽസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, മണ്ണ് യൂസ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് അതിന്റെ രീതി. അതായത് മീൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മീന് ഫുഡായിട്ട് നമ്മൾ കൊടുത്ത ശേഷം അവരുടെ വിസർജ്യം വെള്ളത്തിൽ കലരുന്ന അമോണിയയും ബാക്കി ഉപയോഗിച്ച് ചെടികൾ വളരുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രോസസ്സിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇത് ചില പ്ലാന്റ്സ് ഒരുപാട് ഈ അമോണിയ വലിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചില മത്സ്യങ്ങൾ ചില പ്ലാന്റ്സ് വളരെ കുറവ്. അപ്പൊ പ്ലാന്റ്സിന്റെ നേരത്തെ പറഞ്ഞാൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ലോ ലൈറ്റ് വേണ്ടത്, ഹൈ ലൈറ്റ് വേണ്ടത്, നല്ല കെയർ വേണ്ട പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയാ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. മീൻസ് ഇത് ഒരുപാട് പ്രയത്നം വേണ്ടി വരും. പലരും വലിയ റീൽസോ അല്ലാന്നുണ്ടെങ്കിൽ വലിയ വീഡിയോസോ കണ്ട ശേഷം വളരെ ഉത്സാഹത്തോടു കൂടി തുടങ്ങുകയും വാട്ടർ ചേഞ്ച് ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് പലരുടെയും തെറ്റിദ്ധാരണ. അങ്ങനെയൊന്നും അല്ല. അതൊരു സൈക്ലിക് പ്രോസസ്സ് സെറ്റ് ആവാൻ വേണ്ടി തന്നെ ചിലപ്പോൾ 6 മാസത്തിൽ കൂടുതലാവും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുകൂടാഞ്ഞിട്ട് ഇപ്പൊ